നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ഹാർവി. അപ്പോൾ ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് പോവുകയാണ്. യൂക്കാലിപ്സിൻ്റെ മരങ്ങളാണ് ഇവിടെ എല്ലായിടത്തും. ഈ നിൽക്കുന്നതെല്ലാം യൂക്കാലിപ്സിൻ്റെ മരങ്ങളാണ്. പല വെറൈറ്റി ഇവിടെ ഉണ്ട്. കങ്കാരൂസ് എന്ത് എനർജറ്റിക് ആയിട്ടാണ് രാവിലെ ഓടിപ്പോകുന്നതെന്ന് കണ്ടോ. ഞങ്ങൾ നടന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അവിടെ വന്നിട്ട് ഹാർവീനെ ജസ്റ്റ് അവിടെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തുന്നത്. ഹായ് ഹായ് എങ്ങനെയുണ്ട് ഹാരു? ബിസ്ക്കറ്റ് വേണോ ഇനി? ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടുത്തെ പൂക്കൾ നല്ല രസമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങൾ മിക്ക ദിവസവും വൈകിട്ട് ഞാനും ഹാരിക്കുട്ടനും കൂടെ വന്ന് ഇവിടെ നിന്ന് അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ കുറേ പൂക്കളൊക്കെ പോയി. എന്താടാ ഹാർവി? ഞങ്ങളുടെ സ്ട്രീറ്റിൽ വേസ്റ്റ് കളക്ഷൻ മൺഡേ ആണ്. അപ്പം ഞങ്ങൾ ബിന്നൊക്കെ ഈ റോഡിൻ്റെ അരികത്തായിട്ട് ചേർത്ത് വയ്ക്കണം. എടുത്ത് ഇന്നലെ രാത്രിയെ വെച്ചു. മെയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നുമില്ല. ഞങ്ങൾ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ട്രീ വയ്ക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹാർവിക്കുട്ടൻ ആ ഡെക്കറേഷൻസും എല്ലാ സാധനവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് അവൻ കളിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെയിൻ ടാസ്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹാർവിക്കുട്ടനെ കാണാനില്ലല്ലോ. ഇവിടെ ഒളിച്ചിരിക്കുവായിരുന്നോ? ഇടാ ഇനി തിളക്കണം. മസാല ദോശ ഉണ്ടാക്കാം. കുറച്ചും കൂടെ ക്ലിയർ ആക്കാനുണ്ടെന്ന് തോന്നുന്നത്. അവനവിടെ നിന്ന് ചെയ്യാം. അവനെന്തെങ്കിലും ചെയ്യണ്ടേ? പിന്നെ അവൻ ചെയ്യട്ടെ, ഞാനത് ക്ലിയർ ആക്കാൻ പോവാം. ലാൻഡോസിനുള്ള ലഞ്ചൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ പോകാനുള്ള സമയമായി. അപ്പോൾ ഹാർവിക്കുട്ടന് ദോശ ശരിയാവുന്ന വരെ കഴിക്കാൻ വേണ്ടി കുറച്ച് ന്യൂട്രി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനപ്പോൾ അത് കഴിക്കുന്ന ടൈം കൊണ്ട് ഞാൻ ബാക്കിയെല്ലാം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കൊള്ളാമോ? അപ്പോൾ മസാല ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് അപ്പോഴത്തേക്ക് കുളിച്ചിട്ട് വന്നു. ദോശ ചുട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടായിട്ട് ചെയ്തതുകൊണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് വന്നില്ല. അതാണ് ലാൻഡോസിൻ്റെ ടേസ്റ്റിൽ അത്ര ഒരു താല്പര്യമില്ലാത്ത പോലെ വെച്ചിരുന്നത്. മസാല തരാം പ്ലീസ്. താങ്ക് യു. ദോശ വേണോ ഇനി? ആണോ? ദോശ റെഡി. വന്നിരി. ബാ ഇവിടെ വന്നിരി.
ഞാൻ ഓരോ ദിവസവും കുക്ക് ചെയ്യാൻ പോകുന്നതെല്ലാം ഫസ്റ്റ് എഴുതിയിടാറുണ്ട്. അപ്പോഴേ ഞാൻ അത്രയും സാധനവും ഉണ്ടാക്കി എന്നൊരു മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ അതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാനൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഓരോന്ന് ചെയ്തിട്ട് ഞാനത് വന്ന് ടിക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അങ്ങനെ ചെയ്യുന്നത്. എടുത്തിട്ടൊന്നേ ചെല്ല്. കോക്കനട്ട് വാട്ടർ. കോക്കനട്ട് വാട്ടറാ. ക്രിസ്മസ് ട്രീയിൽ ബാക്കി തൂക്കേണ്ട ഓർണമെൻറ്റ്സ് എല്ലാം ഞാനും ഹാർവിക്കുട്ടനും കൂടെ തൂക്കുമായിരുന്നു. ഞാൻ കുറച്ച് നേരം എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു യൂട്യൂബിലിടാൻ വേണ്ടി. അതെൻ്റെ ഒരു ഹോബിയാണ്. ഹലോ, ഇരുന്നുറങ്ങുന്ന ചിരിയുണ്ട്. ഞാൻ കുറച്ച് വെജിറ്റബിൾസിൻ്റെ സീഡ്സൊക്കെ കുറച്ച് ദിവസത്തിന് മുമ്പ് അവിടെ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ക്യാബേജാണ്. ഇത് ക്യാബേജ്, പിന്നെ ടൊമാറ്റോ, പംകിൻ, താങ്ക് യു. Bobo. യമ്മിയാണോ? ആയിക്കോട്ടെ, കുളിച്ചു. തൊട്ടടുത്തുള്ള വീട്ടിലെ മരം അവർ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഇവിടെ വീണപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ഏകദേശം ഞാൻ ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വാക്യൂം ചെയ്യണം. അത് ഞാൻ നാളത്തേക്ക് മാറ്റി. ഇനി ഞാൻ കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ലാൻഡോസ് എത്തി. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഞാൻ കുളിച്ച് ഫ്രഷായി. അതിനുശേഷം ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.